ഹൈഡ്രോളിക് പ്രഷർ ടെസ്റ്റിംഗ്. ലക്ഷ്യം: ജലവിതരണ പൈപ്പിലെ മർദ്ദം ഹൈഡ്രോളിക് പ്രഷർ ടെസ്റ്റിംഗ് രീതി ഉപയോഗിച്ച് ഓരോ നടപടിയായി എങ്ങനെ പരിശോധിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ പണിക്കാവശ്യമുള്ള പ്രഷർ ടെസ്റ്റിംഗ് മെഷീൻ, ഹെക്സ് നിപ്പിൾ, പ്ലഗ് അല്ലെങ്കിൽ പ്ലഗ് ക്യാപ്പുകൾ, ടെഫ്ലോൺ ടേപ്പ്, അഡ്ജസ്റ്റബിൾ സ്പാനർ എന്നീ ഉപകരണങ്ങളും വസ്തുക്കളും എടുക്കുക. ഭിത്തിയിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുൻപ് റഫ് ഇൻ ഫേസ് സമയത്താണ് പ്രഷർ ടെസ്റ്റിംഗ് പൊതുവെ ചെയ്യുന്നത്. ഭിത്തിക്കുള്ളിൽ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ടെസ്റ്റിംഗ് നടത്തുന്നത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സ്ഥാപിക്കുന്നതിന് മുൻപ് പൈപ്പുകളിൽ പൊട്ടലുകൾ ഉണ്ടാവാം. ഫിറ്റിങ്ങുകളിൽ ദ്വാരവും ഉണ്ടാവാം. പശവച്ച് ഒട്ടിച്ച ജോയിന്റുകൾ ശരിക്കും ഒട്ടാതിരിക്കാം. ഇതൊക്കെ കൊണ്ടാണ് ഭിത്തിയിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതിനും ടൈലുകൾ വയ്ക്കുന്നതിനും മുൻപ് പ്രഷർ ടെസ്റ്റിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. ഹോസ്റ്റലിലെ ഒരു പൊതു കുളിമുറിയിൽ വെച്ച് നമ്മൾ ഹൈഡ്രോളിക് പ്രഷർ ടെസ്റ്റിംഗ് ചെയ്ത് കാണിക്കാൻ പോകുന്നു. വാഷ് ബേസിൻ ദ്വാരങ്ങൾ, ടാപ്പിലെ ദ്വാരങ്ങൾ, ഷവർ FTA എന്നിങ്ങനെ ഈ കുളിമുറിയിൽ ജലവിതരണ പൈപ്പിൽ കുറെ ദ്വാരങ്ങളുണ്ട്. ഏറ്റവും ആദ്യം വരുന്ന ദ്വാരം, ഉദാഹരണത്തിന് വാഷ് ബേസിൻ പോയിന്റ്, ഏറ്റവും മുകളിലുള്ള ദ്വാരം, ഉദാഹരണത്തിന് അവസാനത്തെ കുളിമുറിയിലുള്ള ഷവർ FTA എന്നിവ ഒഴികെ മറ്റെല്ലാ ദ്വാരങ്ങളും പ്ലഗോ പ്ലഗ് ക്യാപ്പുകളോ ഉപയോഗിച്ച് അടയ്ക്കുക. പ്ലഗുകളിൽ ടെഫ്ലോൺ ടേപ്പ് ഉപയോഗിച്ച് അവയെ വായുവും വെള്ളവും കടക്കാത്ത വിധത്തിലാക്കുക. ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ച് എല്ലാ പ്ലഗുകളും മുറുക്കുക. ഇനി പ്രഷർ ടെസ്റ്റിംഗ് മെഷീൻ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനായി പ്രഷർ ടെസ്റ്റിംഗ് മെഷീന്റെ അകത്ത് വെള്ളമൊഴിച്ച് ഹോസ് പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്ത് കളയുക. പ്രഷർ ടെസ്റ്റിംഗ് മെഷീൻ ശരിയായ സ്ഥിതിയിലാണെങ്കിൽ നമുക്ക് ജലവിതരണ പൈപ്പ് ലൈനിന്റെ പ്രഷർ ടെസ്റ്റിംഗ് തുടങ്ങാം. അതിനായി ഹെക്സ് നിപ്പിളിന്റെ ഒരറ്റത്ത് ടെഫ്ലോൺ ടേപ്പ് പൊതിയുക. എന്നിട്ട് ഹെക്സ് നിപ്പിളിന്റെ ആ ഭാഗം ആദ്യം വരുന്ന ദ്വാരത്തിൽ തിരുകുക. ആദ്യം വരുന്ന ദ്വാരത്തിനും ഹോസ് പൈപ്പ് ദ്വാരത്തിനും ഫീമെയിൽ ത്രെഡുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹെക്സ് നിപ്പിൾ ഉപയോഗിക്കുന്നത്. അതിനാൽ അവ രണ്ടിനെയും യോജിപ്പിക്കാൻ രണ്ടറ്റത്തും മെയിൽ ത്രെഡുകളുള്ള ഹെക്സ് നിപ്പിൾ വേണം.
ആദ്യത്തെ ദ്വാരത്തിൽ തിരിയിരിക്കുന്ന ഹെക്സ് നിപ്പിളിന്റെ രണ്ടാമത്തെ അറ്റത്ത് ടെഫ്ലോൺ ടേപ്പ് പൊതിയുക. അതിനുശേഷം പ്രഷർ ടെസ്റ്റിംഗ് മെഷീനിന്റെ ഹോസ് പൈപ്പ് ഹെക്സ് നിപ്പിളിൽ തിരുകുക. ഇനി പ്രഷർ ടെസ്റ്റിംഗ് മെഷീൻ പമ്പ് ചെയ്യുക. അപ്പോൾ എല്ലാ പൈപ്പിലും വെള്ളം നിറയുകയും ഏറ്റവും മുകളിലുള്ള, അതായത് ഷവർ FTA-യുടെ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ പൈപ്പ് ലൈനിലുള്ള എല്ലാ വായു കുമിളകളും ഇല്ലാതാകും. ഷവർ FTA-യിലേക്കുള്ള നീരൊഴുക്ക് നിയന്ത്രിക്കുന്ന സ്റ്റോപ്പ് കോക്ക് വാൽവ് തുറന്നിരിക്കുകയാണെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഷവർ FTA-യിലൂടെ പുറത്തേക്ക് വെള്ളമൊഴുകാതെ സ്റ്റോപ്പ് കോക്ക് വാൽവിന്റെ അവിടെ തടഞ്ഞിരിക്കുകയും ചെയ്യും. പൈപ്പിനകത്തെ വായു നീക്കിയ സ്ഥിതിക്ക് ഇനി ഏറ്റവും മുകളിലത്തെ പോയിന്റായ ഷവർ FTA അടയ്ക്കുക. വീണ്ടും പ്രഷർ ടെസ്റ്റിംഗ് മെഷീൻ പമ്പ് ചെയ്ത് പൈപ്പ് ലൈനുകളിൽ വെള്ളം നിറയ്ക്കുക. പ്രഷർ ഗേജ് 6 കിലോഗ്രാം കാണിക്കുന്നതുവരെ പമ്പ് ചെയ്യുക. 1 സെന്റിമീറ്റർ ചതുരശ്ര അടിക്ക് ഓരോ പൈപ്പിന്റെയും ഉയർന്ന ശേഷി 10 കിലോഗ്രാം മർദ്ദമാണെങ്കിലും ഇവിടെ നമ്മൾ 1 സെന്റിമീറ്റർ ചതുരശ്ര അടിക്ക് 6 കിലോഗ്രാം മാത്രമാണ് എടുക്കുന്നത്. കാരണം അതാണ് ജലവിതരണത്തിന് സാധാരണ ഉപയോഗിക്കുന്ന മർദ്ദം. എല്ലാ ജോയിന്റുകളിലും പൈപ്പുകളിലും ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉയർന്ന മർദ്ദത്തിൽ വെള്ളം നിറയ്ക്കുന്നത് കൊണ്ട് വലിയ ചോർച്ച വല്ലതും ഉണ്ടെങ്കിൽ ചോർച്ചയുള്ള ദ്വാരത്തിൽ നിന്നും വെള്ളം ചീറ്റാൻ തുടങ്ങുകയും നമുക്ക് പെട്ടെന്ന് ചോർച്ച മനസ്സിലാവുകയും ചെയ്യും. ചെറിയ ചോർച്ചകൾ തിരിച്ചറിയാൻ പ്രഷർ റീഡിംഗ് 3-4 മണിക്കൂർ നിരീക്ഷിക്കുക. പ്രഷർ ഗേജിന്റെ അളവ് മാറ്റമില്ലാതെ നിൽക്കുകയാണെങ്കിൽ ചോർച്ച ഇല്ല എന്നും, പ്രഷർ ഗേജിന്റെ അളവ് താഴുകയാണെങ്കിൽ എവിടെയോ ചോർച്ച ഉണ്ടെന്നുമാണ് അത് സൂചിപ്പിക്കുന്നത്. ചോർച്ചയുള്ള ജോയിന്റുകൾ ശരിയാക്കുക. ഇവിടെ ചോർച്ചയില്ലാത്തതിനാൽ പ്രഷർ ടെസ്റ്റിംഗ് മെഷീന്റെ ഹോസ് പൈപ്പ് മാറ്റി വെള്ളം വിടാവുന്നതാണ്. സംഗ്രഹം: നമ്മൾ വിജയകരമായി ഒരു ജലവിതരണ പൈപ്പ് ലൈനിലെ മർദ്ദം ഹൈഡ്രോളിക് പ്രഷർ ടെസ്റ്റിംഗ് ചെയ്ത് പരിശോധിച്ചിരിക്കുന്നു. പഠനം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.